ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് വോയിസ് ഓവർ ആയിരിക്കും. ബിക്കോസ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഭക്ഷണം കഴിക്കുക, ഷോപ്പ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കയറിയ കടകളിലെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുള്ളതുകൊണ്ട് കംപ്ലീറ്റ് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വോയിസ് ഓവർ കൊടുക്കല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ അജ്മീർ ബിരിയാണി കഴിച്ചിട്ടാണ് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പെരിന്തൽമണ്ണയുള്ള കംഫർട്ട് ഫാക്ടറിയിലാണ് ഫസ്റ്റ് പോയത്. ഇത് മാരേജിൻ്റെ തൊട്ട് മുന്നേ അച്ചായിക്കും എനിക്കും ഡെയിലി വെയർ പോലെയുള്ള കുറച്ച് ഡ്രസ്സസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 99 രൂപയ്ക്ക് കുറേ ഇങ്ങനത്തെ ട്രൗസേഴ്സ് കണ്ട് വീട്ടിലിടാൻ പറ്റിയ അങ്ങനത്തെ ഒരു 4-5 ട്രൗസർ ഞാൻ അവിടെ നിന്ന് എടുത്തു. എനിക്ക് നല്ലതുപോലെ തോന്നി കേട്ടോ. കാരണം 99 ഉള്ളൂ. ഈ സുഡിയോയിൽ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് 299, 399 ഒക്കെ കൊടുക്കണം. പിന്നെ അച്ചായിക്ക് യൂഷ്വലി സൽക്കാരം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഷർട്ട്സൊക്കെ നോക്കി. ഇപ്പം ഈ ഒരു ഷർട്ടൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ടുള്ള ഒട്ടുമിക്ക ഷർട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഷർട്ട് എടുത്തു, ഈ ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തു. ഈ ഒരു ഷർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ സേവ് ദ ഡേറ്റിന് സെക്കൻഡ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്തത് ഈ ഒരു ബ്ലാക്ക് ഷർട്ടായിരുന്നു, ഞാനൊരു ബ്ലാക്ക് ഫ്രോക്കിലേക്ക്. അപ്പം സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. അത് എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷർട്ട്സ് ഒരു 3-4 അവിടെ നിന്ന് എടുത്തു. പാൻസും എടുത്തു. പാൻസിൻ്റെ ഒക്കെ റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. 799, 699 ആ ഒരു റേഞ്ചിലാണ്. ഷർട്ടാണെങ്കിലും 499 അങ്ങനെയൊക്കെ. പിന്നെ ഈ ടീഷർട്ടും ട്രൗസറൊക്കെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇടും ഞാൻ എന്തായാലും എന്നുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിലാണ് പുള്ളി ഇതൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ആഫ്റ്റർ ആ ഒരു ഷോപ്പിംഗ് ഞങ്ങളൊരു ബ്രേക്ക് എടുത്ത് ഇളനീര് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. നെക്സ്റ്റ് എനിക്കുള്ള ഷോപ്പിങ്ങിനാണ് പോയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ഒരു ഗോസിപ്പ് ഗേൾസ് എന്നുള്ള ഒരു ഷോപ്പുണ്ട്. ചെറിയ ഷോപ്പാണ്, പക്ഷേ കുറച്ച് തപ്പിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡ്രസ്സ് എല്ലാ പ്രാവശ്യവും എനിക്ക് കിട്ടാറുണ്ട്. കയറിയ ടൈമിലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഡ്രസ്സെങ്കിലും അവിടെ നിന്ന്. അങ്ങനെ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അവിടെ ഉണ്ടാവുക. ക്രോപ്പ് ടോപ്സും ജീൻസും സ്കേർട്ടും എല്ലാം. അപ്പം ഞാൻ ഈ പ്രാവശ്യം കുറച്ച് സ്കേർട്ട്സും ഡെനിമിൻ്റെ സ്കേർട്ട്സും ക്രോപ്പ് ടോപ്പും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ അവിടുത്തെ ഡ്രസ്സ് കുറച്ച് നല്ല ഭംഗിയുള്ള പോലെ ഫീൽ ആവാറുണ്ട്. കറക്റ്റ് ഒരു ഫിറ്റ് വരുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ഈ സ്വെറ്റേഴ്സ് ആണെങ്കിലും ക്രോപ്പ് ടോപ്സ് ആണെങ്കിലും ജീൻസിലോട്ട് പറ്റിയ ടോപ്സൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ ഗോസിപ്പ് ഗേൾസത്തെ നേരെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റ് സിറ്റി മോളിലാണ് പോയിട്ടുള്ളത്, പെരിന്തൽമണ്ണ തന്നെ. അപ്പോൾ അവിടെ നിന്ന് അനിയനെയും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടാ പോയത്. അപ്പോൾ ഈ മാഷ്മെല്ലോ ഡിപ്പ് ചെയ്തിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളതും ജ്യൂസസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മോളിൽ പിന്നെ സ്റ്റൈൽ യൂണിയനിൽ കയറി അടുത്ത ഷോപ്പിംഗ് റീസ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ബ്ലഷും ലിപ്സ്റ്റിക്സും ഒക്കെ ഞാൻ നോക്കി. പക്ഷേ ഞാൻ ഭയങ്കര പിക്കിയാണ് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ. എനിക്ക് പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല. കുറേ എണ്ണം ട്രൈ ചെയ്ത് നോക്കി നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ ലിപ്സ്റ്റിക്ക്. പിന്നെ ഈ സുഡിയോ, സ്റ്റൈൽ യൂണിയൻ അങ്ങനെയുള്ള പ്ലേസിൽ നിന്നുള്ള ലിപ്സ്റ്റിക്ക് എന്തോ എനിക്കത്ര നല്ലതായിട്ട് ഫീൽ ആവാറില്ല. എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പൊതുവേ അത് അത്ര ഭംഗി തോന്നാറില്ല ഇടുമ്പം. അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആയിട്ട് തോന്നാറില്ല. പിന്നെ ഇവിടെ കുറച്ച് ക്യൂട്ട് ടോപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള പൈജാമ പാൻസ്, വീട്ടിലിടുന്ന പാൻസാണ്, പക്ഷേ 599 അങ്ങനെയൊക്കെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷെ എനിക്ക് കാണാനുള്ള ഭംഗിയോണ്ട് ഞാൻ ജസ്റ്റ് നോക്കി. പിന്നെ അനിയൻ അവിടെ നിന്നൊരു ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് പ്ലെയിൻ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവനിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ആണ് മെയിൻ ഫോക്കസ് ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ചധികം ഡ്രസ്സസ് അവിടെ നിന്ന് ഇട്ട് നോക്കി, ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. അതിൽ ഞാൻ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കോട്ട് സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോഴും അങ്ങനെയൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഫ്രോക്കും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല കംഫർട്ടായിരുന്നു. ഞാൻ ആഫ്റ്റർ മാരേജ് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോസ് എല്ലാം. കാരണം കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം അങ്ങ് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു കോട്ട് സെറ്റാണ് ഞാൻ പറഞ്ഞത്, നല്ല കംഫർട്ടായിരുന്നു എനിക്ക്. അതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് KFC. ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക, ഷോപ്പ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ KFCയിൽ കയറിയിട്ട് KFCയിൽ നിന്ന് ഞങ്ങൾ നൈറ്റ് ഫുഡും കഴിച്ച് അന്നത്തെ ആ ഒരു ഡേ അവിടെ എൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനലും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മൈക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് വോയിസ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ നികത്തുന്നതാണ് കേട്ടോ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.
ഓക്കെ ബൈ.